ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ആനന്ദ വോയിസ് ഓവർ. നിങ്ങളെല്ലാവരും സുഖമല്ലേ? സുഖമാണെന്ന് കരുതുന്നു. സോ നമ്മൾ പോയി പാർട്ട് 1 കണ്ട് ഏകദേശം ഒരു 3 or 4 days ഉണ്ടാവില്ലേ? മേ ബി ഉണ്ടാവും. സോ നമ്മൾ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പാർട്ട് 1 കാണാൻ പറ്റും. അതൊരു ഏകദേശം 11 മിനിറ്റിലെ ഗൈസ്, അത് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ കണ്ടിട്ട് വരിക. സോ ഞാൻ പാർട്ട് 1 എല്ലാ കമൻറ്റും വായിച്ചെല്ലാം പറയുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒന്ന് റിപ്ലൈ കൊടുക്കാൻ വൈകി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ പാർട്ട് 1 ഇട്ടതിന് ശേഷം പാർട്ട് 2ക്ക് വേണ്ടി കുറേ പേര് വെയിറ്റിംഗ് ആയിരുന്നു. എനിക്ക് കമൻറ്റ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെ വേഗം ഈ വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഒരു ദിവസം ഈ വീഡിയോ മാത്രമല്ല ഫ്രണ്ട്സ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ദിവസം ഞാൻ 2 ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. രണ്ടും വേറെ മൂവിൻ്റെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ അതിൻ്റെ കണ്ടൻറ്റൊക്കെ സെർച്ച് ചെയ്ത് ഇടുമ്പോഴേക്കും നല്ലോണം ടൈം ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോക്കിയാൽ ഈ വീഡിയോ ശനിയാഴ്ച അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച രാത്രി 11:57 ഏകദേശം 12 മണി അടുത്ത ദിവസം ആവാൻ തന്നെയായി. ഞാൻ എന്താ വീഡിയോ രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് രാവിലെയൊക്കെ ഇരുന്നാൽ നടക്കില്ല ഫ്രണ്ട്സ്. കാരണം സൗണ്ട്, വണ്ടീൻ്റെ സൗണ്ട്, പിന്നെ വേറെ സൗണ്ടൊക്കെ വന്ന് കേൾക്കുമ്പോൾ ഒരു നോയ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാത്രി ഇന്ന് ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു ഒരുപാട് ലാഗൊന്നും അടിക്കുന്നില്ല. സോ നിങ്ങൾ ഇനി പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് വരിക, അത്ര ഞാൻ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയുടെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോയും ഹീറോയിനിയും അവരുടെ പ്രണയത്തിലായി അവർ നോക്കിയാൽ ജീവിതത്തിൽ ഒന്നിക്കുകയാണ്. ഇവരുടെ പ്രണയത്തിന് അർത്ഥമായി അവർക്ക് നോക്കിയാൽ ഒരു ഭംഗിയായ ഒരു ആൺകുട്ടി ജനിക്കുകയാണ്. ഈ കുട്ടിയും ഈ കുട്ടിയുടെ മാതാപിതാക്കളും ഈ ഐലാൻഡിൽ സന്തോഷമായി ജീവിച്ചു വരികയാണ്. ഈ 1.5 വയസ്സായ ഈ പിഞ്ചു കുട്ടിയുടെ കാൽപാദം ഈ ഐലാൻഡിൽ 3/4 ഭാഗത്തും പതിഞ്ഞിരിക്കുകയാണ്. ഈ കുട്ടി കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കടൽ തീരത്ത് ഒരു ബോട്ടിൽ കിട്ടുകയാണ്. ആ ബോട്ടിൽ എടുത്തിട്ട് പോയി അമ്മയുടെ അടുത്ത് കാണിച്ചു കൊടുത്തതും അമ്മ അവൻ്റെ അടുത്ത് തിരിച്ചു കൊടുത്തു വിട്ടു. ഈ കുട്ടി പോയി അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഹീറോ ഈ കുട്ടീനെ വിളിച്ച് കടൽ തീരത്ത് പോയി മണ്ണിൽ കൈവച്ച് വരച്ച് ഇവിടെ നമ്മുടെ ഐലാൻഡിൽ നീയും ഞാനും അമ്മയും സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ പുറം ലോകം നോക്കിയാൽ കുറേ മനുഷ്യരും കുറേ ജീവികളും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നമ്മളുടെ അത്രയും സന്തോഷമായിട്ടുള്ള മനുഷ്യരാരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അമ്മ വന്നിട്ട് ഇവിടെ നോക്കിയാൽ ലാമിനെ വരച്ചു കൊടുത്തിട്ട് അവൻ്റെ അമ്മ നോക്കിയാൽ ലാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ആ ദിവസം സൂര്യാസ്തമനത്തിൽ കുട്ടിയും കുട്ടിയുടെ അമ്മയും അച്ഛനും കടൽ തീരത്ത് നിന്ന് അവിടെ നോക്കിയാൽ സൂര്യാസ്തമനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മനോഹരമായ കാഴ്ചയാണത്. ഈ ദിവസം ഈ കുട്ടിയുടെ മനസ്സിൽ ഇതൊരു സന്തോഷമായ ഒരു ദിവസമായി മാറുകയാണ്. അടുത്ത ദിവസം പുലർച്ച ഇവന്റെ അമ്മ കുറേ മരുന്ന് ചെടികൾക്ക് പിടുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെക്കൻ മലയുടെ അറ്റത്ത് പോയി നിന്ന് താഴെ നോക്കുമ്പോൾ ഒരു ആമനെ കണ്ടു. ഈ ആമനെ കണ്ടതും ഈ കുട്ടി പെട്ടെന്ന് അവിടെ നിന്ന് മലയിറങ്ങിയതും അവിടെ നിന്ന് വഴുക്കി നമ്മുടെ ഹീറോ ഫസ്റ്റ് ഒരു കുഴിയിൽ വീണ കുഴിയിൽ തന്നെ ഈ കുട്ടി വീഴുകയാണ്. ആ സമയത്ത് അവൻ്റെ അച്ഛൻ കണ്ട് പെട്ടെന്ന് ആ കുഴിയിനുള്ളിൽ ഇറങ്ങാൻ പോവുകയാണ്. പക്ഷെ അവൻ്റെ അമ്മ അവനെ തടുത്ത് പോകണ്ടാൻ പറയുന്നു. ആ സമയത്ത് കുട്ടി നീന്തി മുകളിൽ പോയിട്ട് ശ്വാസം വലിക്കുകയാണ്. ആ സമയത്ത് അമ്മ പറഞ്ഞു, നീ കുറച്ചു നേരം അങ്ങനത്തെ നീന്തി നിൽക്ക്, ഞാൻ വേഗം പോയി ഒരു കയറെടുത്തിട്ട് വരാം, അതുവരെ ഒന്നും ചെയ്യണ്ടാൻ പറഞ്ഞതും ആ കുട്ടി പെട്ടെന്ന് അടിയിൽ കൂടി നീന്തി ആദ്യം അച്ഛൻ രക്ഷപ്പെട്ട വഴി തന്നെ രക്ഷപ്പെട്ടു വരുന്നു. ആ സമയത്ത് മുകളിൽ പിന്നെയും പോയി ശ്വാസം വലിച്ചിട്ട് തിരികെ ആ വെള്ളത്തിനുള്ളിൽ പോയി ആമൻ്റെ അടുത്ത് ഒരു സംഭാഷണം നടത്തുന്ന പോലെ നടത്തുന്നു. അപ്പോഴേക്കും അച്ഛൻ വെള്ളത്തിൽ ചാടി ആ കുട്ടീനെ നോക്കിയാൽ പൊക്കിയിട്ട് മുകളിൽ കൊണ്ടുവരുന്നു. ഇതിനുശേഷം കുറച്ച് വർഷങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. ഈ കുട്ടിക്ക് ഇപ്പോൾ 8 വയസ്സാവുകയാണ്. മരത്തിൽ കയറി അച്ഛനെയൊക്കെ സഹായിക്കുന്നത്ര വയസ്സാവുന്നു. ഈ കുട്ടി കിട്ടുന്ന സമയമെല്ലാം അച്ഛൻ്റെ അടുത്ത് പുറം ലോകം എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ കുട്ടി വെള്ളത്തിൽ നീന്തുകയാണ്. ഈ കുട്ടിക്ക് ഇപ്പം നോക്കിയാൽ ഒരു ചെറിയ പവർ പോലെ വെള്ളത്തിനുള്ളിൽ ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഈ കുട്ടി ആമകളോടൊപ്പം നീന്തി പോവുകയാണ്. ആമകളോടൊപ്പം അങ്ങനെ നീന്തി എല്ലാ അമ്മയോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നു. അങ്ങനെ ആ കുട്ടി നോക്കിയാൽ അമ്മയോടൊപ്പം സംസാരിച്ച് കക്കകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ കുറെ പക്ഷികൾ വെപ്രാളത്തിൽ പറക്കുന്നത് ഇവൻ കാണുന്നു. അതുമാത്രമല്ല താഴെ ഉണ്ടായിരുന്ന കുറെ കടൽ വെള്ളമെല്ലാം ഉള്ളിൽ പോയത് കാണുന്നു. അവിടെ കുറെ വെള്ളമെല്ലാം വറ്റിക്കിടക്കുകയാണ്. ഈ വെള്ളം വറ്റിയതിൽ അവിടെ കുറെ മീനുകളെല്ലാം തുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഇവൾക്ക് നോക്കിയാൽ ദൂരത്ത് വെള്ളം നോക്കിയാൽ പൊങ്ങിയത് കാണുന്നത്. അവിടെ കുറച്ച് അടുത്ത് വരുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇതൊരു സുനാമിയാണെന്ന്. ആ സമയത്ത് കാട്ടിൻ്റെ ഉള്ളിൽ വെള്ളമെടുക്കാൻ പോയ മകൻ നോക്കിയാൽ അമ്മയുടെ സൗണ്ട് കേട്ട് ഇങ്ങോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോയും ഹീറോയിനിയും ഇവിടെ വെള്ളപ്പൊക്കത്തിൽ പെടുന്ന പോലെ ആവുന്നു. അങ്ങനെ നേരെ കാട്ടിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അമ്മയുടെ സൗണ്ട് കേട്ട് കരയിലേക്ക് വന്ന മകൻ സുനാമി നോക്കി തിരിച്ച് കാട്ടിനുള്ളിൽ തന്നെ ഓടുകയാണ്. ആ സമയത്ത് ഈ സുനാമി ആ കാട്ടിനെ തന്നെ മൊത്തം നശിപ്പിക്കുകയാണ്.
ഈ സുനാമിയിൽ നിന്നും രക്ഷപ്പെട്ട മകൻ അമ്മേനെയും അച്ഛനെയും അന്വേഷിച്ച് അവസാനം അമ്മേനെ കണ്ടുപിടിക്കുകയാണ്. ആ സമയത്ത് അമ്മ നിന്റെ അച്ഛനെ വേഗം പോയി രക്ഷിക്കും പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് അവിടെ പോയി അച്ഛനെയൊക്കെ വിളിച്ചു നോക്കുന്നു. അതിനുശേഷം വെള്ളത്തിൽ ചാടി ആമയുടെ സഹായം വഴി ആ പരന്ന കടലിൽ മുഴുവനും തിരച്ചിൽ നടത്തുകയാണ്. അവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെയും കിട്ടുന്നില്ല. ആമയുടെ സഹായം വഴി കുറെ ദൂരമൊക്കെ പോയി നോക്കുന്നു. ആ സമയത്താണ് അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഒരു മുളവടിയിൽ പിടിച്ച് അവിടെ സ്വന്തം ജീവനെ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. ആ സമയത്ത് അച്ഛൻ അവനെ കണ്ടതും കൈ കാണിക്കുന്നു. പക്ഷെ അവൻ നല്ല ക്ഷീണിതനായതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് വെള്ളത്തിൽ വീഴുകയാണ്. വെള്ളത്തിൽ വീണ് അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആമ വന്ന് അവൻ്റെ മകനും വന്ന് പെട്ടെന്ന് അവനെ നോക്കിയാൽ പൊക്കി മോളിൽ കൊണ്ടുവന്ന് അവിടെ നോക്കിയാൽ കരയിലെത്തിക്കുകയാണ്. ഇവിടെ തൻ്റെ ഭർത്താവിനെ ജീവനോടെ കണ്ടപ്പോഴാണ് തൻ്റെ മനസ്സിൽ ജീവൻ ഉദിക്കുന്നത്. അതിനുശേഷം ഇവർ മൂന്നുപേരും കരയിലെത്തി അവിടെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇവരുടെ കണ്ണിൽ നോക്കുമ്പോൾ മനസ്സ് തന്നെ പൊട്ടുകയാണ്. കാരണം ഇവർ ഇത്ര വർഷം ചെയ്തു വെച്ചിരുന്ന എല്ലാ കാര്യവും അവിടെ നശിച്ചു പോകുന്നു. മുളവടികളെല്ലാം എടുത്ത് അവിടെ നോക്കിയാൽ തീ കത്തിച്ച് അവിടെ ഒരു പുതിയ സ്ഥലം തന്നെ ഉണ്ടാക്കുകയാണ്. കുറച്ചു മാസങ്ങളിൽ അവിടെ മുഴുവനും പുല്ല് വന്ന് അവിടെ ഒരു പുതിയ നദി തന്നെ ഉണ്ടാവുന്നു. അതിന്റെ ഉള്ളിൽ ഇവനെ ചെറുപ്പം കാലത്ത് കിട്ടിയ ഒരു കുപ്പി തിരികെ കിട്ടുകയാണ്. ഇവൻ ഇതൊക്കെ ഓർത്ത് അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് ഇവൻ നോക്കിയാൽ ആ രാത്രിയിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത്. ഇവൻ ആ കടലിന്റെ തീരത്ത് നടന്നു പോകുന്നത് ഇവൻ അച്ഛൻ കാണുന്നു. ആ കടലിൽ മൊത്തം നടന്ന് അവിടെയുള്ള സ്ഥലമൊക്കെ അവൻ നോക്കും. അതിനുശേഷം അവനൊരു പാറയുടെ മുകളിൽ കയറിയിരുന്ന് ആ കടലിനെ നോക്കിയിരിക്കുകയാണ്. ഇവൻ ഇങ്ങനെ ചെയ്യുന്നത് ഇവന്റെ അച്ഛൻ നോക്കി നിൽക്കുകയാണ്. ഇവൻ അവിടെ നോക്കി നിന്നിട്ട് അവൻ നേരെ അവന്റെ കുടുംബത്തിന്റെ ഒപ്പം തിരികെ പോകുന്നു. അവൻ വരുന്നത് കണ്ട് അവന്റെ അച്ഛനമ്മ അവിടെ എണിച്ചിരിക്കുന്നു. ആ സമയത്ത് ഇവൻ അവന്റെ അച്ഛനമ്മടുത്ത് പോയി ഇരുന്നിട്ട് എനിക്ക് ഈ പുറം ലോകം പോയി കാണുന്നുണ്ട്, ഞാൻ നാളെ ഇവിടുന്ന് പോവുകയാണ്, നിങ്ങൾക്കത് സമ്മതമില്ലേന്ന് ചോദിച്ചതും അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മനെ സമാധാനിപ്പിക്കുന്നു. അവർ നോക്കിയാൽ അവനെ പറഞ്ഞുവിടാൻ സമാധാനമാക്കുന്നു. ആ ദിവസം രാത്രി ഇവർ മൂന്നുപേരും ഒപ്പം കിടക്കുകയാണ്. അവരുടെ അവസാന രാത്രിയാണ് ഒപ്പം കഴിയുന്നത്. ഇവിടെ തന്റെ മകനെ പിരിയുന്നത് മനസ്സിൽ വലിയൊരു ഭാരമായിരിക്കുകയാണ്. ഇവിടെ അമ്മയുടെയും അച്ഛന്റെയും മകന്റെയും ഒരു വലിയ പിരിയിലൂടെ സങ്കടമാണ് പ്രകടിപ്പിക്കുന്നത്. അവൻ അവസാനമായി രാവിലെ അമ്മേന്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും കെട്ടിപ്പിടിച്ച് അവസാനമായി വിട പറയുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് വിട പറയുന്ന മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അമ്മേനെയും അച്ഛനെയും ആ സ്ഥലത്തിനെയും നോക്കിയിട്ട് അവസാനമായി വെള്ളത്തിൽ ചാടി വിട പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇത് കണ്ട അച്ഛനെയും അമ്മനെയും നല്ലോണം സങ്കടം വരുന്നു. ആ ദിവസം രാത്രി അവൾ നല്ലോണം സങ്കടമാണെന്നറിഞ്ഞ് അവൻ നോക്കിയാൽ അവളിനെ സമാധാനിപ്പിച്ച് അവളിനെ കെട്ടിപ്പിടിച്ച് അവൾക്ക് നോക്കിയാൽ കുറെ സമാധാനമായിട്ടുള്ള കുറെ വാക്കുകൾ പറയുന്നു. അതിനുശേഷം അവിടെ മകന്റെ ഓർമ്മകളല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ കുറച്ച് വർഷങ്ങൾ കടന്നു പോവുകയാണ്. അവന് നല്ലോണം വയസ്സായി. അവർക്ക് എന്നിട്ടും അവിടെ സന്തോഷക്കുറവൊന്നുമില്ല. അവിടെ അവനും അവളും നോക്കിയാൽ സന്തോഷമായി ജീവിച്ച് അവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ നോക്കിയാൽ അവിടെ ആ കടൽ തീരത്ത് രണ്ടുപേരും നടന്ന് അവരുടെ പഴയ കാലങ്ങളൊക്കെ ആലോചിച്ച് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചേർത്ത് പറയാൻ വാക്കുകൾ പോരാ. ഇവിടെ അവർ കടൽ തീരത്ത് ഡാൻസൊക്കെ കളിച്ച് പഴയ കാലമെല്ലാം ആലോചിച്ച് അവിടെ കടൽ തീരത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഇവൻ നോക്കിയാൽ അവിടെ മരണപ്പെടുകയാണ്. ഇത് കണ്ടവൾ അവിടെ പൊട്ടിക്കരഞ്ഞ് ആ കടൽ തീരത്ത് നോക്കിയാൽ ഇരുന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവൾ അവിടെ കടന്ന് അവൻ്റെ കയ്യിൽ തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ പെട്ടെന്ന് വീണ്ടും മാമയായി മാറുകയാണ്. അതിനുശേഷം ഇവൾ വീണ്ടും കടലിൽ തന്നെ തിരികെ പോകുന്നു. ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവൻ്റെ ഒറ്റപ്പെടൽ മാറ്റാനായിരുന്നു. ശരിക്കും ഞാനിതൊരു റിവ്യൂ ആയിട്ട് എടുത്തത്, പക്ഷെ ലാസ്റ്റ് സീനായപ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സിലൊരു കരച്ചിൽ വന്ന് കുറച്ച് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞായി. ഇത് എൻ്റെ ഒരു സൈഡത്തെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കരച്ചിലൊന്നും അറിയില്ല, ചിലപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. ബട്ട് ചിലവർക്ക് എന്തായാലും കുറച്ചെങ്കിൽ ഫീൽ വന്നിട്ടുണ്ടാവും. അവർ താഴെ എന്തായാലും കമൻറ്റ് അയക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് താഴെ കമൻറ്റ് അയക്കുക. ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് അയക്കുക. ഞാൻ ശരിക്കും അത് നെക്സ്റ്റ് വീഡിയോ കറക്റ്റാക്കുന്നതാണ്. ഇതുപോലെ കുറേ ഫീൽ ഗുഡ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യും. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. പക്ഷേ ഒരു ലൈക്കെങ്കിലും ഇട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റിയ ലൈക്ക് ഇട്ട് പോകൂ. Okay friends, thanks for watching this video. It's your Anand voice over. Please take care. We will meet on next video. Thank you for watching.